ഹലോ ഗൈസ്, ഓപ്പൺ ടോക്സ് മല്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ദ ഹോൾ ന്യൂ ഹീറോ ഡെസ്റ്റിനി 125 ആണ്. എനിക്കറിയാം ഈ റിവ്യൂ ഭയങ്കര ഡിലേഡ് ആയിട്ടാണ് വരുന്നത്. ഈ വണ്ടി ഇറങ്ങിയിട്ട് ഒരു 2-3 മാസത്തോളമായി. എന്നാലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ റെജിനൻഡന്റെ ഡയലോഗാണ്, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവാണ്. അതിന്റെ കാരണം വെച്ചാൽ നമ്മൾ ഇതിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പല യൂസർ ഫോറത്തിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും പല യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡെപ്ത് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇനി വണ്ടി വന്ന് സഹായിച്ച കോട്ടയത്തുള്ള ജൂബിലി ഹീറോ ആണ്. അവരോട് സ്പെഷ്യൽ താങ്ക്സ് ആണ്. ഹീറോയുടെ എല്ലാ വണ്ടികളും അവരുടെ ഫീൽഡിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അപ്കമിംഗ് സീരീസ് ആയ കരിഷ്മ, എക്സ്പൾസ്, നമ്മുടെ എക്സ്ട്രീം 250 ഒക്കെ അവർ വഴി നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ്. അതിന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട്. ഹീറോ ഡെസ്റ്റിനി 125 ഈ വണ്ടി എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2018 ഒക്ടോബർ 22 അന്ന് ഈ വണ്ടിയുടെ പേര് ഡ്യുവറ്റ് എന്നായിരുന്നു. ഡ്യുവറ്റ് 125 എന്നായിരുന്നു എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ. അതിനുശേഷം അതിനെ ഡെസ്റ്റിനി 125ലേക്ക് പേര് മാറ്റി ഇറക്കിയതാണ്. എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഹീറോയുടെ എൻട്രി ആണ് 125 സെഗ്മെന്റിലേക്ക് ഈ വണ്ടി വെച്ച്. ഈ വണ്ടി ഡയറക്റ്റ് അന്ന് കോമ്പറ്റീറ്റ് ചെയ്ത് നമ്മുടെ ആക്സിസ് 125, ആക്റ്റീവ 125 എന്ന വണ്ടികളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്കിനി എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതൊരു മോഡേൺ ക്ലാസിക് എലമെന്റോട് കൂടിയാണ് ഹീറോ ഈ പ്രാവശ്യം ഈ വണ്ടിയെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് ഇതിലൊരു ഡുവൽ ടോൺ കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. പലയിടത്തും ഒരു ക്ലാസിക് എലമെന്റ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഫ്യൂവൽ ഇഞ്ചക്ഷന്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മിറേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കോപ്പർ ക്രോമിന്റെ ഒരു എലമെന്റ്സ് പല സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വൈറ്റ് വിത്ത് കോപ്പർ ക്രോം ഫിനിഷിലാണ് മിറേഴ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഡിം ഗ്രേ കളറുള്ള പീസ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഡുവൽ ടോൺ എലമെന്റിന് വേണ്ടി. പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു DRL കാണാൻ പറ്റുന്നുണ്ട്. ഹീറോയുടെ എച്ചിനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ നടുക്ക് രണ്ട് സൈഡിലും നമുക്കൊരു കണ്ണ് പോലെ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഒരു സ്ട്രിപ്പ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു ഹീറോയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് നമുക്ക് ഡ്യുവൽ ചേമ്പറാണ്. ഇവിടെ ഒരു പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും നമ്മുടെ ക്രോമിന്റെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മേളിലാണ് നമുക്ക് ഡിമ്മ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. വണ്ടി ഓൺ ആയാൽ മാത്രമേ നമുക്ക് ഹെഡ് ലാമ്പ് സ്വിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഓണാക്കാം. നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡിമ്മലാണ് കിടക്കുന്നത്. നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മുടെ പ്രൊജക്ടർ കൂടെ ഓൺ ആകുന്നുണ്ട്. അപ്പം ആ ഒരു നല്ല കാര്യത്തിലാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്ടർ വരുന്നത്. വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഒരു കാര്യം കമന്റായി രേഖപ്പെടുത്തുക. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആ ഡ്യുവൽ ടോൺ എലമെന്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഡിം ഗ്രേ പീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേ നമ്പർ പ്ലേറ്റ് യൂണിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഹീറോയുടെ ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ടോപ്പ് വേരിയന്റ് ആണ്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് നമുക്ക് നമ്മുടെ ക്രോം ഫിനിഷ് കിട്ടുന്നുണ്ട്. അതായത് ഒരു കോപ്പർ ക്രോം ഫിനിഷിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതൊരു നല്ല കാര്യമുണ്ട്. വെറൈറ്റി രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള 2 വേരിയൻസിലും നമുക്ക് ക്രോം വരുന്നുണ്ട്. പക്ഷേ സിൽവർ ക്രോംസ് ആണ് വരുന്നത്. ഇതിന് 3 വേരിയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇതിപ്പം ടോപ്പ് വേരിയന്റ് ആണ് ZX പ്ലസ്. ഇതിന്റെ താഴെ ZX വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും ബേസ് വേരിയന്റ് VX വരുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ ടോപ്പ് ബേസ് വേരിയന്റ് എന്ന് പറയത്തുള്ളൂ. എനിക്ക് പറയാനുള്ള എളുപ്പത്തിനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. കാരണം ഇത് പല കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ സൈഡിലേക്ക് കിടക്കുമ്പോൾ ഹാലോജൻ ആണ് കൊടുത്തേക്കുന്നത്. അതൊരു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ആ കോസ്റ്റ് കട്ടിങ് സത്യം പറഞ്ഞാൽ ഒരു നല്ല കാര്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതെന്താന്നുള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു LED യൂണിറ്റ്സ് കൊടുക്കാമായിരുന്നു. കാരണം എൻ്റെ ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും എല്ലാം നമുക്ക് LED വരുമ്പോൾ ഇതും കൂടെ ഒരു കൊടുക്കാമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഓട്ടോ കട്ട് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഒരു ഫീച്ചറാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ വണ്ടിയിൽ വന്നേക്കുന്നത്. അതൊരു നല്ല യൂസ്ഫുൾ ഫീച്ചറാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് പോകും, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറന്നു. ബസർ വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ മറന്നു. ചിലപ്പോൾ ഓപ്പോസിറ്റ് വണ്ടിക്കാരൻ ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അവൻ ഇപ്പുറത്തോട്ട് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് പോലെ ABS പോലെ അല്ലെങ്കിൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം പോലെ ഇതും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വണ്ടികളിലും വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹീറോയ്ക്ക് ഒരു ബിഗ് തംസ് അപ്പ് കൊടുക്കുന്നു. ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂസ്ഫുൾ ഫീച്ചറിലേക്ക്. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ആ ക്രോം ഇങ്ങനെ വന്ന് ജോയിന്റ് ആവുന്നുണ്ട്. ആ ഹീറോയുടെ സിമ്പിളിനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ താഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ട്. ഇതിൽ ഇവിടെ ഒരു ഡെസ്റ്റിനിയുടെ ഹിഡൻ ആയിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി. ഈ ക്രോമിലേക്ക് വരുമ്പോൾ നമുക്കത് നല്ലൊരു ഫിനിഷിംഗിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ താഴത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. താഴേക്ക് വരുമ്പോൾ നമുക്കൊരു മെറ്റൽ ഫെൻഡറാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. നമുക്ക് കൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിലത്തെ ബാക്കി പീസെല്ലാം ഫൈബറാണ്. അങ്ങനെ ചീപ്പായിട്ടുള്ള ഫൈബറെല്ലാം യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫൈബർ പീസ് തന്നെയാണ് ഡെസ്റ്റിനിയിൽ ഈ പ്രാവശ്യം ഹീറോ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതിലൊരു റിഫ്ലക്ടർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് 190 mm ഡിസ്ക് ബ്രേക്കാണ് ഇതിൻ്റെ ടോപ്പ് വേരിയന്റിലും മിഡിൽ വേരിയന്റിലും കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ ബേസ് വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ 3 വേരിയൻസിലും നമുക്ക് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനെ ഹീറോ വേറൊരു പേരിലാണ് വിളിക്കുന്നത്, എന്നാലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പേലും മിഡിലേലും നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്.
12 ഇഞ്ച് സെക്ഷൻ അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ബേസ് വേരിയന്റ് നമുക്ക് നോർമൽ അലോയ് വീൽസ് ആണ്. പിന്നെ ടയറിന്റെ സൈസിലേക്ക് എടുക്കുകയാണെങ്കിൽ 90-90-12 യൂറോ ഗ്രിപ്പിന്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻസി നല്ല കൺട്രോളും തരുന്ന ഒരു ടയേഴ്സ് ആണ് കൊടുത്തത്. പിന്നെ ഇതിന്റെ ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു മീഡിയം ബൈറ്റേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു വലിയ എടുത്തോ പിടിച്ചോ എന്നുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ആയിരുന്നില്ല. കാരണം ഈ വണ്ടിയുടെ പവർ ഡെലിവറിക്ക് അനുസരിച്ച് ഒരു ബ്രേക്കിംഗ് ആണ്, ഒരു ഗ്രാജുവൽ ബ്രേക്കിംഗ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു i3s ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഇന്റലിജന്റ് സ്റ്റോപ്പ് സിസ്റ്റത്തിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലോർ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹീറോ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു 20 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ ക്യാൻ ഇതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഗ്യാസ് ഊറ്റി കയറ്റാൻ പറ്റുമെന്നാണ്. കാരണം ഈ ഒരു സൈഡിലേക്ക് അത്യാവശ്യം തള്ളി നിൽക്കുന്നതുകൊണ്ട് ഒരു ഗ്യാസ് ഊറ്റി കയറ്റാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഹാൻഡിൽ അത്യാവശ്യം ഒരു വൈഡ് ആയതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ വന്ന് തട്ടുന്ന കാര്യങ്ങളൊന്നും ഇഷ്യൂസ് എനിക്കിത് തോന്നിയിട്ടില്ല. പിന്നെ നമുക്കിവിടെ ചേസ് നമ്പർ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ലോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ പില്ലിയൻ ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് കുറച്ച് തള്ളിയാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ബ്ലോക്കിൽ കൂടെയൊക്കെ ഫ്ലിക്കർ ചെയ്ത് പോകുമ്പോൾ മറ്റുള്ള വണ്ടികൾ തട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ബോഡിയിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യായിരുന്നു. എന്നാലും ഒരു നല്ലൊരു കംഫോർട്ടിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് തന്നെ പറയാനുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഡെസ്റ്റിനി X125 എക്സ്റ്റെക് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്റ്റെക് എന്ന് ഉപയോഗിക്കുന്ന 10 സെൻസേഴ്സിനാണ്. ഈ വണ്ടിയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന 10 സെൻസേഴ്സിനെയാണ് സത്യം പറഞ്ഞാൽ അവർ ഇതിൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു നീറ്റ്ലി അല്ലെങ്കിൽ ഒരു ഒതുക്കി പണിതേക്കുന്ന ഒരു സൈലൻസർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിലൊരു ക്രോം ഫിനിഷിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഒതുക്കിയാണ് അവർ ചെയ്തേക്കുന്നത്. ഒരു വൃത്തിയുടെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു പുതിയ എക്സോസ്റ്റ് യൂണിറ്റ്. പിന്നെ നമുക്കൊരു വ്യത്യാസം വരുത്തേക്കുന്നത് ഈ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഈ ഒരു ലെവൽ നോക്കുന്ന ഇത് കുറച്ച് തള്ളിയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വലിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ തട്ടി നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഹീറ്റ് ആയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇതെവിടെ തട്ടോ കാര്യങ്ങളോ അത്ര കെയർഫുൾ അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തോന്നുന്നില്ല, പക്ഷേ അത് നല്ല ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് കെയർഫുൾ ആയിരിക്കുക. പിന്നെ നമുക്കിവിടെ ഒരു ഫാൻ യൂണിറ്റ് കാണാൻ പറ്റും. അങ്ങനെ എല്ലാം ഒരു നീറ്റ്ലി ഒതുക്കിയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലും ചെയ്തേക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കാം. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു വെൽ ബിൽഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ തന്നെ ഒരു നമ്മുടെ പില്ലിയൻ്റെ കംഫോർട്ടിന് വേണ്ടി ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ മിഡിൽ വേരിയൻറ്റിലും ടോപ്പ് വേരിയൻറ്റിലും നമുക്ക് കമ്പനി തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ബേസ് വേരിയൻറ്റ് നമ്മൾ എക്സ്ട്രാ ആക്സസറി ആയിട്ട് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ചെയ്യുക എന്നാണ്. ബാക്കി ഇരിക്കുന്നതൊക്കെ നല്ല കംഫോർട്ടിന് വേണ്ടി ഇത് എക്സ്ട്രാ ആയിട്ട് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബേസ് വേരിയൻ്റ് എടുക്കുന്നെങ്കിൽ. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നീറ്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ടെയിൽ യൂണിറ്റ് നമുക്ക് ടെയിൽ ലാമ്പ് സെക്ഷൻ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്യൂൽ ലിഡ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഓപ്പൺ ആയി വരും. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതൊരു പ്ലാസ്റ്റിക് പീസാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് പീസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.3 ലിറ്ററാണ്. നേരത്തെ ഡെസ്റ്റിനി നമുക്ക് 5.5 ലിറ്റർ ആയിരുന്നു. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ 5.3 ലിറ്ററാണ്. പക്ഷേ ആ ഒരു 0.2 ലിറ്ററിൻ്റെ കുറവ് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ വരില്ല. നേരത്തെ നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് ഏകദേശം 45 പെർ ലിറ്റർ കിട്ടുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 59. എന്നാൽ പോലും നിങ്ങൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഒരു 55+ ഈ വണ്ടി കിട്ടും. നിങ്ങൾ പൊളിച്ചോടിച്ചാൽ പോലും ഒരു 45-50 ഇടയിൽ ഈ വണ്ടി എന്തായാലും തരുന്നതാണ്. അതുകൊണ്ട് അത്രയും ഒരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് ആ 0.2 ലിറ്ററിൻ്റെ കുറവ് നമ്മൾ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ കോപ്പർ ക്രോം എലമെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേ തന്നെ ഇന്റഗ്രേറ്റഡ് ഉള്ള ഹാലോജൻ ഇൻഡിക്കേറ്റർ യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹീറോയുടെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു നമ്മൾ വരയ്ക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫിനിഷ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് നമ്മുടെ ഹീറോ വിഡയിലേക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈനിലാണ് അവരെടുത്തേക്കുന്നത്. ഇവരുടെ സിബ്ലിങ്ങിൽ നിന്ന് തന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈനിലാണ് അവരെടുത്തേക്കുന്നത്. ഇതും ഒരു LED യൂണിറ്റ്സ് ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. കണ്ടല്ലോ, ആ ഒരു ഹീറോയുടെ എച്ചിനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വിഡായിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുഴപ്പമില്ല, അവരുടെ സ്വന്തം സ്ഥാനത്ത് നിന്ന് അവർ കോപ്പി ചെയ്തു തന്നേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് റിഫ്ലക്ടർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ നമ്മുടെ മഡ്ഗാർഡിൻ്റെ എക്സ്റ്റൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ നമുക്ക് ടയറും കാര്യങ്ങളെല്ലാം കാണാം. ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ ഡിസ്കവറി വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ഇനി നമ്മൾ വണ്ടിയുടെ ടയറിന്റെ സൈസിലേക്ക് എടുക്കുകയാണെങ്കിൽ 100-80-12 സെഷൻ ടയേഴ്സ് ആണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഇതിന്റെ ടോപ്പ് വേരിയന്റിലും മിഡിൽ വേരിയന്റിലും കിട്ടുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് 12 ഇഞ്ച് സെഷൻ അലോയ് വീൽസ് ആണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് കിക്കർ എല്ലാ മോഡലിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എഞ്ചിനിൽ നമുക്ക് ഒരു ഹീറോയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ എഞ്ചിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഹീറോ ഈ പ്രാവശ്യം ഒരു പുതിയ എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ CC കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടില്ല. 124.6 cc എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ഈ വണ്ടി കൊടുക്കുന്നത്. അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. ഈ വണ്ടി ഒരു OBD2 ഗൈഡ്ലൈൻസ് പ്രകാരം ഡിസൈൻ ചെയ്തേക്കുന്ന എഞ്ചിനാണ്. ഒരു പുതിയ എഞ്ചിനാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ BS6 phase 2 ഗൈഡ്ലൈൻസ് പ്രകാരം ഡിസൈൻ ചെയ്തേക്കുന്ന എഞ്ചിനാണ്. പിന്നെ ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗർ എന്ന് വെച്ചാൽ 9.13 PS അറ്റ് 7000 RPM അതുപോലെ തന്നെ 10.4 Nm ടോർക്ക് അറ്റ് 5500 RPM ആണ്. പിന്നെ ഇതിന്റെ എഞ്ചിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിച്ചോ എടുത്തുകൊണ്ട് പോകുന്ന
രീതിയിലുള്ള എഞ്ചിനല്ല. അതായത് നമ്മുടെ എൻഡോർക്കൊക്കെ പോകുന്ന റൈഡർ കൈ കൊടുക്കുമ്പോൾ ഞാൻ പോകുന്നു മുതലാളി വേണമെങ്കിൽ കൂടെ വന്നോളം പറയുന്ന എഞ്ചിനല്ല. ഈ എഞ്ചിൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാമെന്നുള്ള രീതിയിലുള്ള എഞ്ചിനാണ്. അതായത് ഗ്രാജുവൽ പവർ ഡെലിവറിയാണ്. ഒരു മിഡാണ് ഇതിന്റെ സീറ്റ് സ്പോട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു 70 മേളിലൊക്കെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു കംഫോർട്ട് സോണാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു സ്കൂട്ടർ ഒരിക്കലും അത്രയും പുഷ് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് സേഫ്റ്റി കാര്യങ്ങൾ അത്രയും കിട്ടുന്നില്ല. എന്തെങ്കിലും അപകടം പറ്റിയാൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 50-60 റേഞ്ചിൽ ഈ വണ്ടി എന്തായാലും കംഫോർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത്ര സ്പീഡ് എടുത്താൽ പോലും ഈ വണ്ടി നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലത്തെ ഒരു നല്ലൊരു എഞ്ചിനാണ്. പിന്നെ ഈ എഞ്ചിനെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹീറോയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു നല്ല വെൽ റിഫൈൻഡ് എഞ്ചിനാണിത്. കാരണം എനിക്ക് തോന്നുന്നത് ഹീറോ സ്കൂട്ടേഴ്സിൽ ഇറക്കിയതിൽ ഏറ്റവും നല്ല എഞ്ചിനാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഒരു മാസ്റ്റർ എഡ്ജ് ഉണ്ടായിരുന്നു 110. അതിന്റെ എഞ്ചിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കൈ കൊടുത്താൽ ചിലപ്പം വണ്ടി കറങ്ങും, പക്ഷെ നമുക്ക് വണ്ടിയുടെ ബാക്കിലേക്ക് പവർ വരുന്നില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ റിഫൈൻമെന്റ് കുറവായിരുന്നു, വലി കുറവായിരുന്നു. എന്നാൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതിലേക്കില്ല. പിന്നെ അനാവശ്യമായിട്ടുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. ഇതുവരെ ഇറക്കിയ ഏറ്റവും ഒരു നല്ല റിഫൈൻഡ് എഞ്ചിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫോർട്ടും അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ്. നിങ്ങൾക്ക് 2 പേർക്കും നടുക്കൊരു കൊച്ചിനെ വെച്ചിട്ടിരുന്നാലും അത്യാവശ്യം ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല. നിങ്ങൾ 2 പേരായിട്ടാണ് പോകുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഈ സീറ്റാണ് വരുന്നില്ല. അത്യാവശ്യം നല്ല ലോങ് സീറ്റാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 770 mm സീറ്റ് ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് വെച്ചാൽ 1125 mm ആണ്. അതുപോലെ ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് വെച്ചാൽ കെയർ വെയിറ്റ് 115 കിലോ ആണ്. നേരത്തെ ഡെസ്റ്റിനി 111 ആയിരുന്നെങ്കിൽ ഇത് 4 കിലോ കൂട്ടിയിട്ടുണ്ട്, 115ലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കംഫോർട്ടും കാര്യങ്ങളും സ്റ്റെബിലിറ്റിയും തരുന്ന ഒരു സീറ്റും കൺട്രോളുമാണ് ഈ വണ്ടിക്ക് കേൾക്കുന്നത്. നമുക്ക് ഇനി ഈ വണ്ടിയുടെ അണ്ടർ സ്റ്റോറേജ് സ്പേസ് കണ്ടു നോക്കാം. അത് നമ്മൾ ഇവിടെ തിരിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 19 ലിറ്റർ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു LED ലൈറ്റ്. രാത്രി നമുക്ക് ബൂട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി. ഇത് നിങ്ങളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളുക. ഇതിങ്ങനെ വന്ന് അടയുമ്പം ഫുൾ അടയുകയാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്കൊരു ഹീറോ മാസ്റ്റർ എഡ്ജ് ഉണ്ടെന്ന്. അതിന് ഞാനൊരു ദിവസം സീറ്റ് എന്തോ കാര്യത്തിന് ഫുള്ള് ലോക്ക് ചെയ്യാതെ പോയി, ചുമ്മാ അടച്ചിട്ടങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിരുന്നു. അന്ന് ഷോറൂമിൽ കൊണ്ട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് ഫുൾ അടഞ്ഞാൽ മാത്രമേ ലൈറ്റ് അടയത്തുള്ളൂ. ഇപ്പോൾ ആ ഒരു ഇഷ്യൂ അവർ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾ ആ ഒരു കംഫർട്ടിന് വേണ്ടി ചെയ്തേക്കുക. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഡെസ്റ്റിനിയുടെ ഒരു പീസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ പൊക്കി കഴിയുമ്പോൾ നമുക്കിവിടെ OBD ടൂൾ ഇവിടെയാണ് ഹൈഡ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിസൈൻ ലാംഗ്വേജ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഹിഡനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സെഗ്മെന്റിൽ കിട്ടാവുന്ന ഒരു നല്ല സ്റ്റോറേജാണ്. ഒരു മാസീവ് സ്റ്റോറേജ് ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ സെഗ്മെന്റ് ഏറ്റവും മാസീവ് സ്റ്റോറേജ് ഉള്ളത് നമ്മുടെ ജുപ്പിറ്റർ 125 ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജുപ്പിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് നമ്മുടെ ഫ്ലോർ ബോർഡിന്റെ അടിയിലാണ് വരുന്നത്, എന്നാൽ ഇതിന്റെ ബാക്കിലാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് ഇത്ര സ്പേസ് കിട്ടുന്നത്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. ഒരു ഹെൽമെറ്റും അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കയറും. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളൊക്കെ ചെറിയ ആ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബാക്കിലത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിന്റെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സ്വിച്ചസ് എന്ന് വെച്ചാൽ അത്യാവശ്യം മീഡിയം ക്വാളിറ്റി തരുന്ന സ്വിച്ചസ് ആണ് ഇവിടെ ഹീറോ യൂസ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗംഭീര അത്ര ക്വാളിറ്റി ഇല്ല, എന്നാലും ഒരു മീഡിയം ക്വാളിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്വിച്ചസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഡിമ്മും ബ്രൈറ്റും പാസും ഇൻഡിക്കേറ്റർ ഉള്ള സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഹോൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോൾ i3s സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫൈറ്റർ ജെറ്റിനെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ സ്വിച്ച് ചെയ്യാനുള്ള, അതായത് നമ്മുടെ DRL ഹെഡ്ലാമ്പുമായിട്ട് സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ടക് ടക് സൗണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സൈലന്റ് ഇഗ്നിഷന്റെ സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നമുക്ക് ഇത്രയും വെട്ടമായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ച് മാത്രം ഇലിമിനേഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പൾസർ 220 കണ്ടേക്കുന്ന പോലെ ഈ ഒരു സ്വിച്ച് മാത്രം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഹീറോയ്ക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എല്ലാ സ്വിച്ചസിലും കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് പറഞ്ഞത്. അവർ ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വണ്ടി അഫോർഡബിൾ ആക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കൊടുക്കാറുണ്ട്. കാരണം രാത്രി ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ആ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അത്. പക്ഷേ ഹീറോ ഇനി അടുത്ത മോഡലിൽ ചിലപ്പം കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സ്വിച്ചസിലേക്ക് കിടക്കും. നമ്മുടെ കീ സ്വിച്ചിലേക്ക് വരുമ്പോൾ മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ ഉള്ള ഹീറോയുടെ മോഡൽ കണ്ടോ, അതായത് സീറ്റ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇഗ്നിഷൻ എല്ലാം ഈ ഒറ്റ ഒരു കൺട്രോൾ യൂണിറ്റാണ് ഹീറോ ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫ്രണ്ടിൽ നമുക്കൊരു USB Type A പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് Type A പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്കൊരു ബോട്ടിലും കാര്യങ്ങളും മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ഒന്ന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വണ്ടി റൺ ചെയ്യുമ്പോൾ ഇവിടെ മൊബൈൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ നോക്കരുത്. കാരണം വല്ല കട്ടറും ചടിയാൽ ഈ മൊബൈൽ തെറിച്ച് പോകും. പിന്നെ നിങ്ങൾ അതിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം വണ്ടി ഓഫ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു 3 കിലോയുടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്തിടാൻ. അതും അങ്ങനെ ഒരു കൺവീനിയൻറ്റ് ഫീച്ചർ ഹീറോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ടയർ പ്രഷർ കാര്യങ്ങൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ഒരു വാണിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് E20 സപ്പോർട്ടഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആ മീറ്ററും ഒരു ബ്രൗൺ ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിരുന്നത്. അതിലൊരു ഹീറോയുടെ ബാഡ്ജിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു മോഡ് സ്വിച്ചും സെറ്റ് സ്വിച്ചും നമുക്ക് കൊടുക്കുന്നുണ്ട്. മീറ്റർ ഓളായി വരുമ്പോൾ നമുക്ക് വാണിങ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നത്. ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അത് സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ഉണ്ട്, നമ്മുടെ ലോ ഫ്യൂവലിന്റെ വാണിംഗ് ഉണ്ട്, ഡിമ്മിന്റെയും ബ്രൈറ്റിന്റെ വാണിംഗ് ഉണ്ട്, ഇൻഡിക്കേറ്റർ, പിന്നെ I3S, പിന്നെ നമ്മുടെ FIയുടെ വാണിംഗ് ഉണ്ട്. പിന്നെ മീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്യൂവലിന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ട്രിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ട്രിപ്പ് മീറ്ററേ വരുന്നുള്ളൂ. നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് മൈലേജ് വരുന്നുണ്ട്, റേഞ്ച് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഓഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മേളിൽ നമുക്ക് നമ്മുടെ സ്പീഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, ടൈം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു ബ്ലൂടൂത്ത് സപ്പോർട്ട് മീറ്ററാണ്. പിന്നെ പല വീഡിയോസും ഞാൻ കണ്ടു, അതായത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറവാണ്. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ബ്രൈറ്റ്നസ് ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നിയില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു മണി സമയത്താണ്, അതായത് അത്യാവശ്യം വിസിബിലിറ്റി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിസിബിലിറ്റി കുറച്ചുകൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് സ്വിച്ച് നമ്മൾ ഞെക്കി പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ BR എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഗംഭീര ലൈറ്റിംഗ് കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ വല്ല പ്രൊജക്ടറോ കാര്യങ്ങളോ വെക്കണം. കാരണം ഇപ്പോഴത്തെ സൂര്യൻ്റെ വെട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു മിനിമം സ്റ്റാൻഡേർഡാണ് ഗൈസ്. ആ ഒരു കാര്യത്തിൽ എന്തായാലും നമ്മൾ ഫോണിൽ നോക്കിയാൽ പോലും ഇപ്പോഴത്തെ കാലത്ത് ഈ വട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം എനിക്ക് കുറ്റമായിട്ട് തോന്നുന്നത്. പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. ഈ ബ്ലൂടൂത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ ബ്ലൂടൂത്ത് സത്യം പറഞ്ഞാൽ ഒരു ഗിമിക്കാണ് പല ബ്രാൻഡുകളും കാണിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഇത് വീഡിയോ കാണാൻ പലരോടും ചോദിക്കാനുണ്ട്. അതായത് എൻ്റെ കയ്യിലുള്ള ഞാൻ 4 വണ്ടികളിൽ ഞാൻ ഈ ബ്ലൂടൂത്ത് ഉണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും ഇത് യൂസ് ചെയ്തിട്ടില്ല. ആ വണ്ടി എടുത്ത 1-2 ദിവസങ്ങളിൽ ഞാനിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. ഇതിൽ 10x10 നാവിഗേഷൻ വരുന്നുണ്ട്, കോൾ അലേർട്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 90% ആളുകളും വണ്ടി എടുത്തിട്ടൊരു 2 ആഴ്ചക്കുള്ളിൽ ഇതൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. മൊബൈൽ ഒന്നെങ്കിൽ ഒരു മൊബൈൽ ഹോൾഡർ വെച്ച് യൂസ് ചെയ്യും, നാവിഗേഷൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ബ്രാൻഡിനോട് പറയാനുള്ളത്, ഈ ഒരു ഗിമിക്ക് എന്ന് നിങ്ങൾ കാണിക്കുന്ന അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മൾ എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങളൊരു 10,000-3000 രൂപ എക്സ്ട്രാ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഈ വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വണ്ടിയുടെ എക്സ്ട്രാ ആക്സസറീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നല്ല ഹെൽമെറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ബ്രാൻഡുകളിൽ ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ വീഡിയോ ഒരു ബ്രാൻഡിങ് കാണത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അതിന് മുമ്പായിട്ട് വീഡിയോ സൈൻ ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടിയുടെ സൈലൻസറിന്റെ സൗണ്ട് എങ്ങനെയെന്ന് കേട്ട് നോക്കാം. ഒരു സൈലന്റ് ഇഗ്നിഷനാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ആ ഒരു നല്ല കാര്യമാണ്. അത്യാവശ്യം എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. വലിയൊരു ബാസിയായിട്ടുള്ള വണ്ടിയല്ല, ഒരു അത്യാവശ്യം സൈലന്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. കാരണം എനിക്ക് തോന്നുന്നൊരു ഫാമിലി ഓറിയന്റഡ് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ടുള്ള സൗണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് സൗണ്ടാണ്. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു കുറവും തോന്നിയിട്ടില്ല. എനിക്കിനിയും പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എനിക്ക് 2-3 പോരായ്മകൾ തോന്നി. ഇതൊരിക്കലും ഒരു കുറ്റമായിട്ടുള്ള പറയുന്നത്, നാളത്തെ ഒരു ബെറ്റർ അപ്ഗ്രേഡിന് വേണ്ടിയാണ് പറയുന്നത്. ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒന്നാമത് എനിക്ക് തോന്നിയ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സൈഡ് സ്റ്റാൻഡ് ഇടുന്ന രീതിയാണ്. ഈ സൈഡ് സ്റ്റാൻഡ് ഇടുന്ന ഈ ഒരു പീസ് നമ്മുടെ ബോഡിയിലേക്ക് ഒത്തിരി കയറിയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഷൂസ് ഇങ്ങനെ ഒത്തിരി ചപ്പലിട്ടിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു പീസിലെ പെയിന്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് അവിടുത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമതൊരു പോരായ്മ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഹോണ് അത്യാവശ്യം വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രാഫിക്കിലെ കൺജക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ കൂടെ പോകുമ്പം ഈ ഹോണിനെ വലിയതായിട്ട് റിലേ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നി. ഒരു സൈലന്റ് ഹോണാണ്. ഇങ്ങനത്തെ 2-3 ഡിസഡ്വാൻറ്റേജ് എനിക്ക് വണ്ടിയിൽ തോന്നി. പിന്നെ ഓവറോൾ ഫിറ്റും ഫിനിഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളാണ്. നല്ലൊരു ഫിറ്റും ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള പാനൽ ഗ്യാപ്സോ അനാവശ്യമായിട്ടുള്ള നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഹീറോ ഡെസ്റ്റിനി 125നെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ വണ്ടി 3 വേരിയൻസിലും അതുപോലെ 5 കളർ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഒരു റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഒരു മജന്ത കളർ വരുന്നുണ്ട്. അങ്ങനെ 5 കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ചില കളേഴ്സ്, അതായത് ചില വേരിയൻസിന് വേണ്ടി മാത്രം സ്പെസിഫിക് ആണ്. അത് ഹീറോയുടെ ഡിസിഷനാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എല്ലാ കളേഴ്സ് എല്ലാ വേരിയൻസിലും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല മൈലേജും കംഫോർട്ടും സ്റ്റെബിലിറ്റിയും തരുന്ന ഒരു കാര്യമാണ്. ഹൈ സ്പീഡിൽ പോലും ഈ വണ്ടിക്ക് വോബ്ലിങ്ങോ കാര്യങ്ങളില്ല, അനാവശ്യമായിട്ടുള്ള നോയ്സോ കാര്യങ്ങളില്ല. അത്യാവശ്യം റിഫൈൻഡും അത്യാവശ്യം മൈലേജും തരുന്ന ഒരു വണ്ടിയാണ്. മര്യാദയ്ക്ക് ഓടിച്ചാൽ 50+ തരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വണ്ടിയുടെ വിഷയങ്ങൾ പറയാനുള്ളത്. പിന്നെ ഈ വണ്ടിയെ നിങ്ങൾക്ക് സർവീസിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും എൻക്വയറി ബുക്കിങ്ങിനുണ്ടെങ്കിൽ നമ്മുടെ ജൂബിലി ഹീറോയെ കോൺടാക്ട് ചെയ്തതാണ്. നേരത്തെ പറഞ്ഞ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വണ്ടി കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 1,16,000 രൂപയാണ് ഇതിൻ്റെ മിഡിൽ വേരിയന്റ്. അതുപോലെ ടോപ്പ് വേരിയന്റിന് 1,17,000 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വണ്ടിയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് ബിബിൻ സൈനിങ് ഔട്ട്.